വൈദിഗിരി നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏരൂർ പത്തടിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. സമരസമിതിയുടെ മുഖ്യ രക്ഷാധികാരിയും ഏരൂർ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാമുമായ ശൈഖുന ഏരൂർ ഷംസുദ്ദീൻ മദനി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ കൊല്ലം MP NK പ്രേമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏരൂർ പത്തടിയിലെ വൈദിഗിരി എസ്റ്റേറ്റിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരിസ്ഥിതി ആഘാത പഠനവും നടത്താതെ, പ്രദേശത്തെ ജനപ്രതിനിധികളോട് ആലോചിക്കാതെ, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഒരു മാലിന്യ പ്ലാന്റും പ്രദേശത്ത് അനുവദിക്കില്ല എന്നും സമരസമിതിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നുവെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ചയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരവും മാധ്യമ സുഹൃത്തുക്കൾ നൽകുന്ന വിവരങ്ങളും അല്ലാതെ ഔപചാരികമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനയും ഒരു ചർച്ചയും ബന്ധപ്പെട്ട പ്രദേശത്തെ ജനപ്രതിനിധികളുമായി നടത്തിയിട്ടില്ല. ജനപ്രതിനിധികൾ വേണമല്ലോ ഇതിനെയൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വിശ്വാസത്തിലെടുത്ത് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ. അപ്പൊ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, ജനപ്രതിനിധികളെ മുഖവിലേക്ക് പോലും എടുക്കാതെ, ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ മുച്ചൂട് മുടിക്കുന്ന നിലയിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റുമായി മുന്നോട്ട് വന്നാൽ ഈ നാടിന്റെ സ്വഭാവവും സവിശേഷതയും അറിയുന്ന ബന്ധപ്പെട്ട അധികൃതർ മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ കഴിയില്ല, അതിനനുവദിക്കില്ല എന്ന് അസത്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സമരസമിതിയുടെ പേരിൽ, ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതാണ് ശരിക്കും ജനകീയ അഭിപ്രായം, ജനകീയ സദസ്സ്. നിങ്ങൾ ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ സമര പരിപാടിക്ക് ഇട്ടിരിക്കുന്ന പേര് തന്നെ ജനകീയ സദസ്സ്, പത്തടി വൈദിഗിരി നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിന്റെ ജനകീയ സദസ്സ് എന്നാണ് ഈ സമര പരിപാടിക്ക് പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ ജനകീയ സദസ്സ് ജനവികാരം പ്രതിഫലിപ്പിക്കുന്നതാണ്, ജനങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതാണ്. ഇതാണ് ഒരു പബ്ലിക് ഹിയറിംഗ്, ഇതാണ് ഒരു പബ്ലിക് അസംബ്ലി, ജനങ്ങളുടെ പീപ്പിൾസ് അസംബ്ലി അല്ലെങ്കിൽ ജനങ്ങളുടെ സദസ്സ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ്. അതുകൊണ്ട് ഇതിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൂവ്മെന്റിനോട് സമ്പൂർണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. സമ്പൂർണമായ പിന്തുണയും സഹായവും സഹകരണവും പ്രദേശത്ത് പ്രവർത്തീകരിക്കുന്ന പാർലമെന്റ് അംഗം, ജനപ്രതിനിധി എന്ന നിലയിൽ പരസ്യമായി തന്നെ ഈ പ്രതിഷേധ ജനകീയ സദസ്സിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുനലൂർ MLA PS സുബാൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാം എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാരണയും നിലപാടും തീരുമാനവും അങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് വളരെ വ്യക്തമായി എനിക്ക് സൂചിപ്പിക്കാൻ ഉള്ളത്. ഈ ആശങ്ക ഞങ്ങളോട് പറഞ്ഞ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഇത് ഒരു ജനവാസ കേന്ദ്രമാണ്. ഇതൊരു 4-5 വാർഡുകളുടെ കുടിവെള്ള സ്രോതസ്സാണ്. ഇത്തരം ഒരു കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു നീക്കത്തെയും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് ഞങ്ങൾ അവരോടെല്ലാം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞത്. സമരസമിതി ചെയർമാൻ കുരുവിള കുര്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്, ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ, രാജൻ സ്വാമി, ശിഹാബുദ്ദീൻ മദനി ഉസ്താദ്, ഷോബി ചാക്കോ ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ, D വിശ്വസേനൻ, ലിജു ജമാൽ, PB വേണുഗോപാൽ തുടങ്ങിയവർ ജനകീയ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചു. ജില്ലാ വിഷൻ, കൊല്ലം.